ഗൈസ് വെൽക്കം ബാക്ക് ടു ചാനൽ. ഇന്ന് നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കൊണ്ടുവരുന്ന പുതിയൊരു വീഡിയോ ആയിട്ടാണ്. താഴെ കാണുന്ന വീഡിയോ കണ്ടപ്പോൾ വളരെയധികം സന്തോഷം തോന്നിയ നമ്മുടെ സുഹൃത്ത് ഇങ്ങനെയുള്ള പോസ്റ്റ് ഇട്ട് ജനങ്ങളുടെ അധികാരം മുമ്പിലേക്ക് എത്തിക്കണം, അവഗണന ചെയ്യണമെന്ന ഉദ്ദേശത്തോടെ ഇട്ട് ഈ പോസ്റ്റ് നിങ്ങളുടെ മുമ്പിലേക്ക് എത്തിക്കണം ഞാൻ വിചാരിച്ചു. വളരെ ശോചനമായി കിടക്കുന്ന ഈ പാലത്തിൻ്റെ അവസ്ഥ നമ്മൾ അധികാരം മുമ്പിലേക്ക് എത്തിച്ചത് എത്രയും പെട്ടെന്ന് പുനർനിർമ്മാണം ചെയ്തില്ലെങ്കിൽ വളരെ ഒരു അപകടമാണ് ഇവിടെ നടക്കാൻ പോകുന്നത്. എത്രയും പെട്ടെന്ന് നമ്മുടെ അധികാരികൾ മുമ്പിൽ എത്തിക്കേണ്ടതുണ്ട്. അങ്ങനെ തോന്നിയത് കൊണ്ടാണ് ഈ വീഡിയോ ഞാൻ ഷെയർ ചെയ്യുന്നത്. ഈ സുഹൃത്ത് പറഞ്ഞ വളരെയധികം കാര്യമാണ്. ദ്രവിച്ച് കിടക്കുന്ന ഈ പാലം നമുക്ക് എത്രയും പെട്ടെന്ന് അധികാരികളിലേക്ക് എത്തിച്ച് ഇതിനെ ഒരു അറ്റകുറ്റപ്പണി നടത്തേണ്ടതുണ്ട്. അത്രയ്ക്കും ശോചനമായ ഒരു അവസ്ഥയാണ് ഈ പാലത്തിൻ്റെ കാണുന്നുള്ളത്, ഈ അടിയിൽ കാണുന്നുള്ളത്. ഈ ഇരുമ്പുകളെല്ലാം ദ്രവിച്ചു പോയ ഒരു വീഡിയോ ആണ് നമ്മുടെ സുഹൃത്ത് ഇട്ടിട്ടുള്ളത്. അതുകൊണ്ട് എല്ലാവരും ഈ വീഡിയോ മിനിമം ഷെയർ ചെയ്ത് അധികാരികൾ കണ്ണിലേക്ക് എത്തുന്നത് വരെ എല്ലാവരും ഷെയർ ഇല്ലാണ്ടായി പോയിക്കൊണ്ടിരിക്കും. പിന്നെ ഉൾഭാഗമൊക്കെ ദ്രവിച്ചിട്ട് ഇനി ദ്രവിക്കാനില്ല. മഴയും വെയിലും ഉപ്പുകാറ്റ് ഏറ്റിട്ടാണ് ഇത് ദ്രവിച്ചു പോയത്. ഇപ്പം ഇംഗ്ലീഷുകാരെ നല്ലൊരു നിർമ്മിതിയാണ്. 100 വർഷത്തിന്റെ പുറത്തൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അടിഭാഗമൊക്കെ ദ്രവിച്ചു കിടക്കുകയാണ്. അധികാരികളെ ഇത് എത്രയും പെട്ടെന്ന് വന്നൊന്ന് കണ്ടീഷൻ ആക്കണം. നാട്ടുകാരുടെ ജീവൻ വെച്ച് കളിക്കരുത്. കണ്ടോ ജനങ്ങളെ, നിങ്ങൾ ഇതൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം. കക്ഷി രാഷ്ട്രീയം മറന്ന്, ജാതി മതം മറന്ന് നമ്മൾ ഒരുമിച്ച് നിന്നിട്ടില്ലെങ്കിൽ നമുക്കിവിടെ ഒന്നും ഉണ്ടാവില്ല. ഇക്കോലത്ത് പോയാല് ഇതുണ്ടോ, ഒരു നെട്ടാണ് ഈ കാണുന്നത് ദ്രവിച്ചിട്ട്. ഇതാ തുരുമ്പിടിച്ചെടുക്ക കേട്ടോ. ഞാൻ കളവ് പറയില്ലല്ലോ, നിങ്ങൾ കണ്ട് കാണില്ലേ? മൊത്തം ദ്രവിച്ചിടക്കാണ്. ഇതാ അടിഭാഗമൊക്കെ ഓട്ടയാണ്. കണ്ടോ, എന്റെ കൈ ഇപ്പുറത്തൂടെ വരും. ഒരു ഭീമ ഓട്ടയാവണമെന്നുണ്ടെങ്കിൽ അപ്പൊ എത്രത്തോളം ബലക്ഷയത്തിലാണ്. തകർന്ന് വീഴുന്നതിന് മുൻപ്, ആളുകൾ മരണപ്പെടുന്നതിന് മുൻപ് ഇതൊക്കെ വന്നൊന്ന് ക്ലിയർ ചെയ്യണം. അതാ പോകുന്ന ട്രെയിന്. ഇഷ്ടപ്പെട്ട് ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തി ഒപ്പരം കൂട്ടണേ. താങ്ക് യു.